ബജറ്റ് പൊളിറ്റിക്കലി വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ള ഉറപ്പല്ലേ? ബിജെപിയുടെ കണക്കുകൂട്ടൽ അവരതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പ്രഖ്യാപിച്ചത്. പക്ഷെ ഞാൻ ഇതിന്റെ പിറകിലുള്ള വലിയൊരു ചതിക്കുഴിയും ഈ രാജ്യത്തെ ഭരിക്കുന്ന ആളുകളുടെ ഒരു ദുഷ്ടലാക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ലോകത്തെ മിക്ക എക്കോണമികളിലും ആദായ നികുതിയേക്കാൾ മുകളിലാണ് കോർപ്പറേറ്റ് ടാക്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലൊക്കെ ഈ കോർപ്പറേറ്റ് അനുകൂല സമീപനത്തെക്കാൾ ജനകീയ സമീപനമുണ്ട് എന്ന് വേണമെങ്കിൽ വിലയിരുത്താമായിരുന്നു. എന്നാൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബി.ജെ.പി. ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേരിട്ട വലിയൊരു വിമർശനം അത് കോർപ്പറേറ്റ് ടാക്സിനേക്കാൾ മുകളിൽ ഈ രാജ്യത്തിന്റെ GDP-യിൽ ആദായ നികുതി വരുന്നു എന്നുള്ള വലിയൊരു വിമർശനം ബി.ജെ.പി. ഗവൺമെന്റ് നേരിട്ടിരുന്നു. എന്നാൽ ഈ ബജറ്റിൽ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് ഒരക്ഷരം, ഒരു ശബ്ദം പോലും ഉരിയാടാതെ ആദായ നികുതി നിരക്ക് കുറക്കുമ്പോൾ വീണ്ടും ഈ രാജ്യത്ത് കോർപ്പറേറ്റ് ടാക്സ് മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഇവര് വലിയൊരു വിമർശനത്തിന്റെ മുനയൊടിക്കുക, ഞങ്ങൾ ജനകീയമല്ല, കോർപ്പറേറ്റ് പ്രോ ഗവൺമെന്റ് അല്ല എന്നൊരു വിമർശനത്തിന്റെ മുനയൊടിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പുറകിലുണ്ട്. ഇവർ ആദായ നികുതി സ്ലാബ് കുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റ് ടാക്സ് ഇവർ വർദ്ധിപ്പിക്കണമായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇവരെ ഒരു ജനകീയ ബജറ്റ് അല്ലെങ്കിൽ ഒരു ജനകീയ സർക്കാർ എന്ന് വിളിക്കാമായിരുന്നു. ഇപ്പൊ വീണ്ടും കോർപ്പറേറ്റ് ടാക്സ് മുകളിൽ വന്നു. അതുകൊണ്ട്